അതുകൊണ്ട് ഓപ്പണിംഗ് സീനിൽ അവന്റെ ഫ്രണ്ട്സിനെ അടിച്ചതിൽ കൺട്രോൾ പോയ ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ ഫ്ലൈ ചെയ്ത് വന്ന് ഇടോയെ നിർത്താതെ അറഞ്ചം പുറഞ്ച് ഞെട്ടിക്കുകയാണ്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. കാരണം ലൂഫി ഇത്രയും ടെററായിട്ട് അവർ മുൻപ് കണ്ടിട്ടില്ല. ബിഗ് മോമിനാണെങ്കിൽ ഭയങ്കര ഷോക്ക്. കൈഡോ എന്തുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് മാറുന്നില്ല എന്ന്. അവളാണെങ്കിൽ കൈഡോയോട് ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ കൈഡോയ്ക്കാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അവന്റെ കൺട്രോൾ പോയി ലൂഫിയുടെ ഇടിയിൽ അവൻ അങ്ങനെ തകർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത നിമിഷം ലൂഫി അവൻ ഫുൾ സ്ട്രെങ്ത്തിൽ കൈ ചുരുട്ടി കൈഡോയുടെ കണ്ണിന്റെയും മൂക്കിന്റെ ഇടയിലായിട്ട് പഞ്ച് വെച്ച് കൊടുക്കും. ആക്ച്വലി എയ്സ് അവൻ ഈ ഒരു ഐലാൻഡിലേക്ക് കടന്നു വന്നപ്പോൾ എങ്ങനെയാണോ ആ ശിലയെ പഞ്ച് ചെയ്തത് അതുപോലെ തന്നെ ഒരു പഞ്ച്. വലിയ പഞ്ചിൽ മുഴുവനായിട്ടും കൺട്രോൾ നഷ്ടപ്പെട്ട് കൈഡോ അങ്ങനെ അട്ടിച്ച് താഴേക്ക് വീഴും. കൈഡോ ആണെങ്കിൽ മൊത്തത്തിൽ തകർന്ന് നിലത്തങ്ങനെ അട്ടിച്ച് വീഴുകയാണ്. ആ ഒരു അടിയിൽ ആ ഒരു മാങ്ഷൻ മുഴുവനായിട്ടും കിടുങ്ങി വിറയ്ക്കും. മാങ്ഷന്റെ ഓരോ ഭാഗത്തായിട്ടുണ്ടായിരുന്ന എല്ലാവരും ഷോക്കായി ഇപ്പൊ പരസ്പരം നോക്കുകയാണ്. എന്താ സംഭവിച്ചതെന്ന് അവർക്ക് മനസ്സിലാവില്ല. ഇവിടെ ബിഗ് മോം ഒരു സെക്കൻഡ് ഫ്രീസായി കൈഡോയെ തന്നെ നോക്കും. അത്രയും വലിയ പവറുള്ള 4 എംപറേഴ്സിൽ ഒരാളായിട്ടുള്ള കൈഡോയാണ് മിനിറ്റ് കൊണ്ട് ലൂഫി ഇടിച്ച് താഴെ ഇട്ടിരിക്കുന്നത്. അവൾക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ആ 4 എംപറേഴ്സിൽ ഏറ്റവും കൂടുതൽ പവറുണ്ട് എന്നവർ വിശ്വസിക്കുന്നത് കൈഡോയ്ക്കായിരുന്നു. അവൾക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. അവള് കൈഡോയ്ക്ക് എന്തെങ്കിലും ഒരു അനക്കം ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചു നോക്കും. പക്ഷെ കൈഡോയ്ക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. ലാസ്റ്റ് ടൈം ലൂഫി അവൻ കുറിയിൽ വെച്ച് കൈഡോയായിട്ട് ഏറ്റുമുട്ടിയപ്പോഴും ഇതുപോലുള്ള പഞ്ചുകൾ ചെയ്തതാണ്. പക്ഷെ ആ സമയത്ത് ലൂഫിയുടെ പഞ്ച് അത് ഇത്രയധികം സ്ട്രോങ് ആയിരുന്നില്ല. അതിൽ പ്രത്യേകിച്ച് യാതൊരു ഇമ്പാക്റ്റും കൈഡോയുടെ ദേഹത്ത് ഏറ്റിരുന്നില്ല. ഇപ്പോഴത്തെ പഞ്ച് അത് അവന്റെ ബോഡിയിൽ ശരിക്കും ഏറ്റു. ഇവിടെ ലൂഫി ആണെങ്കിൽ ഉഷാറായിട്ട് അടുത്ത അറ്റാക്കിന് തയ്യാറാവും. കാരണം ഇതാണ് പറ്റിയ അവസരം. ഈ ഒരു അറ്റാക്കിൽ അവനെ തല്ലിക്കൊന്നാൽ തീർച്ചയായിട്ടും അവർക്ക് ജയിക്കാനായിട്ട് പറ്റും. ലൂഫി ആണെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ അവന്റെ അടുത്തേക്ക് പാഞ്ഞടുക്കും. പക്ഷെ അടുത്ത നിമിഷം അവന്റെ 4th ഗിയർ എടുക്കാനുള്ള കപ്പാസിറ്റി അത് മുഴുവനായിട്ടും കുറഞ്ഞ് അവൻ അങ്ങനെ താഴേക്ക് വീഴുകയാണ്. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. നിനക്ക് എന്തു പറ്റി? എന്താ ഉണ്ടായേ? അതിന് ലോ പറയും അവനെ കൊണ്ട് ഒരുപാട് നേരം 4th ഗിയറിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് ആവില്ല. അതിന്റെ ഒരു ലിമിറ്റേഷൻ അത് ഇതാണ്. ഒരുപാട് നേരം 4th ഗിയറിൽ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 10 മിനിറ്റത്തേക്ക് അവന്റെ പവർ എല്ലാം കുറഞ്ഞ് അവൻ അങ്ങനെ താഴേക്ക് വീഴും. പിന്നീട് ഗെയിൻ ചെയ്യാനായിട്ട് 10 മിനിറ്റ് അത് അവൻ ആവശ്യമാണെന്ന് പറയും. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ അതൊക്കെ കേട്ട് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ വിളിച്ചു പറയും എത്രയും വേഗം ഇനി നമ്മൾ വേണം കൈഡോയെ അറ്റാക്ക് ചെയ്യാൻ. നമ്മുടെ മുൻപിൽ ഒട്ടും സമയമില്ല. സോറോ ആണെങ്കിൽ ലൂഫിയെ തട്ടി വിളിക്കും. പക്ഷെ ലൂഫിക്ക് ബോധമില്ല. അത് കണ്ട് ബിഗ് മോമിന് ഭയങ്കര സന്തോഷം. അവള് സോറോയുടെ അടുത്തേക്ക് വന്ന് മര്യാദയ്ക്ക് ലൂഫിയെ അവനെ വിട്ടുതരാനായിട്ട് പറയും. കാരണം അവൾക്ക് ഏറ്റവും കൂടുതൽ പകയും ദേഷ്യവും ഉള്ളത് ലൂഫിയോടാണ്. അവനെ തകർക്കാനാണ് അവൾ ഇവിടേക്ക് വന്നതും കൈഡോയുമായിട്ട് മെയിൻലി ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തതും. ഉടനെ സോറോ അവൻ ലൂഫിയും തൂക്കിയെടുത്ത് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കും. അത് കണ്ട ബിഗ് മോം ആണെങ്കിൽ വീണ്ടും അവളുടെ ക്ലൗഡ് പവർ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാണ്. ലോയ്ക്കാണെങ്കിൽ അത് നോക്കി നിൽക്കാനാവില്ല. അവൻ നൈസായിട്ട് ആ പവർ ഷാമ്പിൾ ചെയ്ത് ഇപ്പൊ ബിഗ് മോമിന്റെ ദേഹത്തേക്ക് തന്നെ ഞടിപ്പിക്കും. അപ്പൊ ക്യാമറ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് കൈഡോയെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ കോൺഷ്യസ് ആവുകയാണ്. കോൺഷ്യസ് ആയ കൈഡോ ആണെങ്കിൽ അവരെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാതെ ഒരു ഭാഗം മുഴുവനായിട്ട് അങ്ങനെ റൗണ്ട് ചെയ്ത് നല്ല ഫോഴ്സിൽ കറങ്ങാനായിട്ട് തുടങ്ങും. അങ്ങനെ കറങ്ങി കറങ്ങി വരുന്തോറും വലിയൊരു ചുഴലിക്കാറ്റ് അതവിടെ ക്രിയേറ്റ് ആവുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും അതിന്റെ ഫോഴ്സിൽ ദൂരേക്ക് മാറും. ലൂഫി ആണെങ്കിൽ കണ്ണു തുറക്കും. പക്ഷേ അവനെ 10 മിനിറ്റ് ഇനിയും സേഫാക്കി ഏതെങ്കിലും ഭാഗത്ത് ഒളിപ്പിക്കണം. അവരവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ആ ഒരു ചുഴലിക്കാറ്റിൽ ലൂഫിയും അവർ രണ്ടുപേരും പെട്ടുപോവാണ്. കില്ലറും യൂസ്റ്റസ് കിഡും അവരാണെങ്കിൽ അതിന്റെ ഫോഴ്സിൽ ദൂരേക്ക് തെറിച്ചു പോകും. ലൂഫി ആണെങ്കിൽ നല്ല ഫോഴ്സിൽ കറങ്ങി കറങ്ങി കൈഡോയുടെ വായുടെ അകത്തേക്ക് വരികയാണ്. വാ തുറന്ന് ഇപ്പൊ ലൂഫിയെ അവന്റെ വായിലേക്ക് അബ്സോർബ് ചെയ്ത് വായെങ്ങനെ അടയ്ക്കുകയാണ്. സോറോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് നോ എന്ന് ഒച്ചത്തിൽ അലറും. ഉണ്ടായിരുന്നവരെല്ലാവരും ഷോക്കായിട്ട് ആ ഒരു കാഴ്ച നോക്കി നിൽക്കുകയാണ്. അവർക്കിനി എങ്ങനെ ലൂഫിയെ തിരികെ പിടിക്കുമെന്ന് അറിയില്ല. ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ ഒരു ചുഴലിക്കാറ്റിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് വരും. അതിനുശേഷം ദേഷ്യപ്പെട്ട് അവൻ കൈഡോയോട് വിളിച്ചു പറയും മര്യാദയ്ക്ക് ലൂഫിയെ അവനെ തിരികെത്ത, അവൻ ഞങ്ങളുടെ ടീം ക്യാപ്റ്റനാണെന്ന് പറയും. പക്ഷെ കൈഡോ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ മുൻപോട്ടേക്ക് അങ്ങനെ ഫ്ലൈ ചെയ്ത് പോവാണ്. കൺട്രോൾ പോയ സോറോ അവന്റെ മുഴുവൻ പവറും ആ എൻമാ സ്ക്വാഡിലേക്ക് കൊടുക്കും. ആ സ്ക്വാഡ് അങ്ങനെ ആഞ്ഞു വീശും. അതിൽ നിന്ന് ഒരു ഡ്രാഗൺ തന്നെ പുറത്തേക്ക് വരികയാണ്. ഒരു സെക്കൻഡ് കൈഡോ അവനെ ഡ്രാഗനെ തന്നെ നോക്കും. ഓരോടെ ആക്ഷനും ആ ഒരു ഡ്രാഗനെ ഒക്കെ കാണുമ്പോൾ തന്നെ ഓടനെ ആയിരിക്കും കൈഡോയ്ക്ക് ഓർമ്മ വരിക. ആ ഒരു ഡ്രാഗൺ ആണെങ്കിൽ അങ്ങനെ കറങ്ങി കറങ്ങി അവിടെ വലിയൊരു ചുഴലിക്കാറ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഒരു ചുഴലിയിൽ കൈഡോയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കാനായിട്ട് കഴിയില്ല. അടുത്ത നിമിഷം അവന്റെ ബോഡിയുടെ ഓരോ പാർട്ടില്
നല്ല ഡീപ്പായിട്ട് സ്ക്രാച്ചുകൾ വീണ് ചോര അങ്ങനെ തുളുമ്പാനായിട്ട് തുടങ്ങും. അവന് കൺട്രോൾ പോയി കൈഡോ താഴേക്ക് വീഴാനായിട്ട് തുടങ്ങും. വേദന സഹിக்க വയ്യാതെ കൈഡോ അവൻ വാ തുറക്കും. ആ ഗ്യാപ്പിൽ ലൂഫി ആണെങ്കിൽ പുറത്തേക്ക് തെറിച്ചു വരികയാണ്. ഉടനെ സോറോ ആണെങ്കിൽ ലൂഫിയെ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്ത് അങ്ങനെ താഴെ ഇറക്കുകയാണ്. ഇവിടെ കൈഡോയ്ക്ക് അവന്റെ കൺട്രോൾ പോകും. അവൻ വീണ്ടും വീണ്ടും ഓടനെ കുറിച്ച് ആലോചിക്കും. ഇവിടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു സ്ക്വാഡ് അത് എൻമാ സ്ക്വാഡാണെന്ന് അവൻ തിരിച്ചറിയാണ്. ഓടൻ എന്ത് പവർ അവന് നേരെ ഉപയോഗിച്ചോ അതേ പവറാണ് ഇപ്പൊ സോറോയും അവന് നേർക്ക് ഉപയോഗിച്ചത്. ഇവിടെ അറ്റാക്കില് കൈഡോയുടെ ബോഡിയിൽ വളരെ ആഴത്തിലുള്ള ഒരുപാട് പരിക്കുകൾ പറ്റിയിരിക്കുകയാണ്. സോ ഇനി അവൻ അങ്ങനെ വിടാൻ പറ്റില്ല. കെയർഫുൾ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ എൻ്റെ ജീവന് പോലും അത് ആപത്തായിരിക്കും. ഇവിടെ ബിഗ് മോമും വണ്ടർ അടിച്ച് മാറി മാറി നമ്മുടെ ആൾക്കാരെ നോക്കിക്കൊണ്ടേയിരിക്കും. കൈഡോ വമ്പം ഫോഴ്സിൽ ഇപ്പൊ മുകളിലേക്ക് കറങ്ങി കറങ്ങി ചുറ്റാനായിട്ട് ആരംഭിക്കും. മാത്രമല്ല അവിടെ മുഴുവൻ വലിയൊരു ചുഴലിക്കാറ്റ് അവൻ ക്രിയേറ്റ് ചെയ്യാണ്. സോറോ ആണെങ്കിൽ ലൂഫി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും. ലൂഫി ഇത് ഞാനാണ്, കണ്ണു തുറക്ക്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ആരോഗ്യമില്ല, സ്ട്രെങ്ത് ഇല്ല, ബോധമില്ല. അവൻ എത്രയും വേഗം ഒരു 10 മിനിറ്റ് ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു ഭാഗത്ത് സേഫാക്കി നിർത്തണം. ഇവിടെ ട്രഫാർഗറിലോ അവൻ കൈഡോയെ തന്നെയായിരിക്കും ശ്രദ്ധിക്കുക. കൈഡോ കറങ്ങി കറങ്ങി നല്ല ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാണ്. അവന്റെ വയറ്റില് അവൻ കാറ്റ് ഫില്ല് ചെയ്യുകയാണ് എന്ന് മനസ്സിലാക്കുന്ന അടുത്ത നിമിഷം തന്നെ വമ്പ ഫോഴ്സിൽ അവൻ കാറ്റ് പുറത്തേക്ക് ആഞ്ഞു തുപ്പും. എയർ അറ്റാക്കിൽ ഇപ്പോൾ ഒരുപാട് സ്ക്വാഡുകൾ പുറത്തേക്ക് വരികയാണ്. ട്രഫാർഗറിലോയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പവർഫുൾ ആയിട്ടുള്ള ഒരു അറ്റാക്ക് ആണെന്ന്. ഞൊട്ടിയിടയിൽ അവിടുന്ന് രക്ഷപ്പെട്ട് മാറും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ആദ്യം അത് തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവനെ കൊണ്ട് കഴിയില്ല എന്ന് മനസ്സിലാക്കി അവനും ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. സോറോ ആണെങ്കിൽ ലൂഫിയെ തൂക്കിയെടുത്ത് നല്ല ഫോഴ്സിൽ പറന്നു പോകും. കിഡോയ്ക്കാണെങ്കിൽ അവന്റെ വെറി അത് അടക്കാനായിട്ട് കഴിയില്ല. അവൻ കോപത്തിൽ അങ്ങനെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവന്റെ നിലവിളിയിൽ ആ ഒരു മാൻഷൻ അതങ്ങനെ കിടുങ്ങി വിറയ്ക്കും. കട്ട് ചെയ്താ ഇവിടെ ചോപ്പറിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇപ്പോഴും നമ്മുടെ ആൾക്കാർ അങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് സോൾജിയേഴ്സ് അവരെ തകർത്ത് ചോപ്പറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ആ സൈബർ പോൾ ആൾക്കാരെ കാണിക്കും. അവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ടും കേട്ടും ഒരു ഭാഗത്ത് അങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അവരുടെ ഏജന്റ് ആയിട്ടുള്ള കൊച്ചു മരിച്ചതിൽ ഒരുപാട് വിഷമം തോന്നും. പക്ഷെ എങ്കിലും അവരെല്ലാവരും വളരെ സിമ്പിളായിട്ട് കോഫി കുടിക്കുകയാണ്. ഈ ഒരു 20 വർഷത്തെ സ്റ്റോറി അത് ഇവരാരും തന്നെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഡോഫ്ലമിംഗോയെ ലൂഫി കൊന്നതിന് ശേഷം അവരുടെ ഉള്ളിൽ ആ വിശ്വാസം കൂടി വന്നു. ആണെങ്കിൽ ആ വേസ്റ്റ് ജനറേഷനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ടും ആരംഭിച്ചു. അങ്ങനെ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇവിടെ വരെ എത്തി. എന്നിട്ടും സാമുറായിസും അവരെല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടായി നിന്നാണ് ഫൈറ്റ് ചെയ്യുന്നത്. അതാണ് അവർക്ക് ഭയങ്കര അത്ഭുതം. ഇനി ഇൻ കേസ് ആ 2 വാർലോഡ്സും കൊല്ലപ്പെട്ടാൽ എല്ലാം ഇതിലും കൂടുതൽ മോശമായി തീരും. ആ കാര്യങ്ങളെല്ലാം ഒരു പെൺകുട്ടിയാണെങ്കിൽ പാട്ട് രൂപത്തിൽ പാടാനായിട്ട് തുടങ്ങും. 20 വർഷത്തെ അവരുടെ കഷ്ടപ്പാടും ട്രെയിനിങ്ങുമാണ് ഇന്നിപ്പോ ഇവിടെ വലിയൊരു യുദ്ധമായിട്ട് നടക്കുന്നത്. 27,000 സോൾജിയേഴ്സിനെതിരായിട്ട് ആനിമൽ കിങ്ഡം പൈററ്റ്സും അസിസ്റ്റൻസും നമ്മുടെ ആൾക്കാരെ എല്ലാവരും ചേർന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്നുകിൽ കൈഡോയുടെ സാമ്രാജ്യം തകരും, അതല്ല എങ്കിൽ 5,000 സോൾജിയേഴ്സും അവരുടെ ഹെഡുകളും ഇല്ലാതാവും. ബിഗ് മോമിന്റെ കപ്പല് അതിവിടെ എത്താത്തത് നമ്മുടെ ആൾക്കാർക്ക് വലിയൊരു ഫേവർ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ സൈബർ പോളിന്റെ ആൾക്കാരാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കണ്ട് 2 ടീമിനെയും ഫൈറ്റ് ചെയ്യാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം 2 ടീമും ഫൈറ്റ് ചെയ്ത് എത്രത്തോളം ആൾക്കാർ ഇല്ലാതാവുന്നോ അത്രത്തോളം നല്ലതാണ് അവർക്ക്. കട്ട് ചെയ്താ ഇപ്പൊ ആ മാൻഷന്റെ ടോപ്പ് ഫ്ലോർ കാണിക്കും. അവിടെയാണെങ്കിൽ കൈഡോ അവനിപ്പോ പതിയെ അവന്റെ ഏറ്റവും ബീസ്റ്റ് ഫോമിലേക്ക് മാറിയിരിക്കുകയാണ്. ഹ്യൂമൻ ബീസ്റ്റ് ഫോം. സ്കിഡിനാണെങ്കിൽ ആ ഒരു ഫോം കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. കാരണം കൈഡോ ഓരോ സെക്കൻഡ് കഴിയുന്തോറും അവന്റെ സ്റ്റൈലും പവറും ഒക്കെ ചേഞ്ച് ചെയ്യാണ്. ഇപ്പോൾ ലോങ് ഷോട്ടിലായിട്ട് ലൂഫി അവനാണെങ്കിൽ വമ്പൻ ശബ്ദത്തിൽ കൈഡോയെ വെല്ലുവിളിക്കുകയാണ്. നീ ഏതൊക്കെ രൂപത്തിലേക്ക് ട്രാൻസ്ഫോം ആയിട്ടും യാതൊരു കാര്യവുമില്ല, നിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ തകർക്കുമെന്ന് ലൂഫി പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.